കൊല്ലം കുണ്ടറയിൽ റെയിൽ പാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് വെച്ചത് ട്രെയിൻ അട്ടിമറി ശ്രമം തന്നെയെന്ന് എഫ്ഐആർ. ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്തുകയായിരുന്നു ലക്ഷ്യം. സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും NIA ചോദ്യം ചെയ്തു. കുണ്ടറ പോലീസ് പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുത്തു. കൊല്ലം കുണ്ടറയിൽ റെയിൽവേ പാളത്തിന് കുറുകെ ടെലിഫോൺ പോസ്റ്റ് വെച്ച സംഭവത്തിൽ പിടിയിലായ കുണ്ടറ സ്വദേശി രാജേഷിനെയും പെരുമ്പുഴ സ്വദേശി അരുണിനെയും ദേശീയ അന്വേഷണ ഏജൻസി ചോദ്യം ചെയ്തു. ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ എന്നതിൽ NIA വിശദമായ അന്വേഷണമാണ് നടത്തുന്നത്. ഇന്നലെ പോലീസിൽ നിന്ന് വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു. പിടിയിലായ പ്രതികളെ ഇന്ന് സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുത്തു. മദ്യലഹരിയിൽ ചെയ്തു പോയതെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ടെലിഫോൺ പോസ്റ്റ് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യം. ഇത് ശരിയാണോ എന്ന് അന്വേഷിക്കുകയാണ് പോലീസ്. പ്രതികളെ റെയിൽവേ പോലീസും വിശദമായി ചോദ്യം ചെയ്യും. മുൻപും ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളവരായതിനാൽ അട്ടിമറി സാധ്യതയടക്കം ദുരൂഹതകളെല്ലാം നീക്കി പഴുതടച്ച അന്വേഷണം വേണമെന്നാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം. CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികളെ പോലീസ് പിടികൂടിയത്. കുണ്ടറ ആറുമുറിക്കട പഴയ ഫയർ സ്റ്റേഷന് സമീപത്തുള്ള റെയിൽവേ പാളത്തിന് കുറുകെയാണ് ടെലിഫോൺ പോസ്റ്റ് കണ്ടെത്തിയത്. പാലരുവി എക്സ്പ്രസ് കടന്നുപോകുന്നതിന് തൊട്ടു മുൻപായിരുന്നു സംഭവം. പ്രദേശവാസികൾ വിവരം ഗേറ്റ് കീപ്പറെ അറിയിക്കുകയായിരുന്നു. എഴുകോൺ പോലീസ് സ്ഥലത്തെത്തി പോസ്റ്റ് നീക്കം ചെയ്ത് പരിശോധനയും നടത്തി മടങ്ങി. എന്നാൽ പുലർച്ചെ ട്രാക്കിൽ വീണ്ടും അതേ സ്ഥാനത്ത് തന്നെ പോസ്റ്റ് കൊണ്ടിടുകയായിരുന്നു. News 18 കൊല്ലം. കൊല്ലം കുണ്ടറയിലാണ് റെയിൽപാളത്തിൽ ടെലിഫോൺ പോസ്റ്റ് 2 തവണ പ്രത്യക്ഷപ്പെട്ടത്. അത് ട്രെയിൻ അട്ടിമറിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ FIR പുറത്തുവരുന്നത്. സംഭവസ്ഥലത്ത് 2 പ്രതികളെയും എത്തിച്ച് ഇന്ന് പോലീസ് തെളിവെടുത്തു. നേരത്തെ NIAയും ഇവരെ ചോദ്യം ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് FIRൽ ഇത് അട്ടിമറി ശ്രമം തന്നെയാണ് എന്ന് FIRൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം ഇവർ പറയുന്നതനുസരിച്ച് ഇത് മുറിച്ച് ആക്രിയാക്കി വിൽക്കാനായിരുന്നു ലക്ഷ്യമെന്നാണ് ഇവർ പറയുന്നത്. വിവരങ്ങളുമായി TG സജിത്ത് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം, അല്ലെങ്കിൽ പാളത്തിൽ ഒരു സാധനം വെച്ച ട്രെയിൻ വീഴ്ത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു പ്രത്യാഘാതം തിരിച്ചറിഞ്ഞാണോ ഈ പ്രതികൾ ചെയ്തത്, അല്ലാതെ ഇവർക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടായിരുന്നോ? ഇവർ പറയുന്നത് പോലീസ് മുഖവിലേക്ക് എടുക്കുന്നതേയില്ലേ? അങ്ങനെയാണ് FIR വ്യക്തമാക്കുന്നത്. ശ്രീജ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ ഈ പ്രതികളുടെ മൊഴി ഇങ്ങനെയായിരുന്നു: ആക്രി വിൽപ്പനയ്ക്ക് വേണ്ടിയായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത് എന്നതാണ്. പക്ഷേ FIR സൂചിപ്പിക്കുന്നത് ഇവർ അട്ടിമറിക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. ടെലിഫോൺ പോസ്റ്റ് കുറുകെ വെച്ചത് അട്ടിമറിക്കാൻ തന്നെ എന്നതാണ്. അതായത് ട്രെയിൻ അപകടമുണ്ടാക്കി ജീവഹാനി വരുത്താനുള്ള ശ്രമം തന്നെയാണ് നടന്നതെന്നാണ് FIRൽ വ്യക്തമാക്കുന്നത്. രാത്രി 11:45-നും 1:30-നും ഇടയിലുള്ള സമയത്താണ് പ്രതികൾ ടെലിഫോൺ പോസ്റ്റ് പാളത്തിന് കുറുകെ വെച്ചതെന്നും ഈ FIRൽ പറയുന്നുണ്ട്. ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ ഇപ്പോൾ കേസ് മുന്നോട്ട് പോകുന്നത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന വകുപ്പുകൾ ഇതാണ്: 327B, ഒപ്പം 150(1), ഒപ്പം തന്നെ 153 റെയിൽവേ ആക്ട് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. ഇന്ന് 3 മണിയോടുകൂടി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. ഇത് FIRൽ ട്രെയിൻ അട്ടിമറി ശ്രമം എന്ന് വന്നതോടുകൂടി ഈ സംഭവത്തിൻ്റെ രീതി തന്നെ മാറുകയാണ്. അത് സംബന്ധിച്ച ഗുരുതരമായ അന്വേഷണം നടക്കാനാണ് സാധ്യത. ദേശീയ ശ്രദ്ധയിലേക്ക് കൂടി ഈ സംഭവം മാറുന്ന സാഹചര്യമാണ്. പ്രതികളുടെ മൊഴി വിശ്വാസത്തിലെടുക്കുന്നില്ല പോലീസ് എന്നതാണ് അപ്പോഴും എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമല്ലോ. ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം ചെയ്യണമെങ്കിൽ ഒരു ലക്ഷ്യം വേണമല്ലോ. അതിലേക്ക് പോലീസിന് എത്താൻ കഴിയുന്നുണ്ടോ? തീർച്ചയായും അത് സംബന്ധിച്ച് ചോദ്യം ചെയ്യൽ ആ തരത്തിലേക്ക് തന്നെ കടക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ ഈ പ്രതികൾക്ക് പുറകിൽ മറ്റാരെങ്കിലും ഉണ്ടോ, അതിൻ്റെ ലക്ഷ്യങ്ങൾ, ഒപ്പം അവരുടെ നീക്കങ്ങളടക്കം പരിശോധിക്കും. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ടാവും അന്വേഷണം മുന്നോട്ട് പോവുക. എന്തായാലും FIRൽ കൃത്യമായി തന്നെ അട്ടിമറി ശ്രമം പറയുമ്പോൾ ഈ കേസിൽ മറ്റ് ചില ദുരൂഹതകൾ ഉണ്ട് എന്ന് പോലീസ് സംശയിക്കുന്നു എന്ന് വേണം നമുക്ക് കരുതാൻ. അതിലേക്ക് തന്നെ അന്വേഷണം നടക്കുന്നു എന്ന് കരുതാം. എന്തായാലും പ്രതികളുടെ ആദ്യ മൊഴി പോലീസ് വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതാണ് സാഹചര്യം. തെളിവെടുപ്പ് അടക്കമുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന തരത്തിലേക്കും അന്വേഷിക്കും. പ്രതികളുടെ മുൻകാല ബന്ധങ്ങൾ, അവരുടെ മുൻകാല ഈ തരത്തിലുള്ള സമാനമായ ഇടപാടുകൾ അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും. സജിത്താണ് വിവരങ്ങൾ നൽകിയത്.